എന്റെ തലയിണക്കടിയിൽ വെച്ചിട്ട് പോയതാ. ഗന്ധർവൻ നിന്റെ തലയിണക്കടി വെച്ചിട്ട് പോയെന്നോ? അയാള് നിന്റെ റൂമിൽ വരെ എത്തിയോ? ഇത് മാത്രല്ല, ഇതിന്റെ കൂടെ ഒരു എഴുത്തുണ്ടായിരുന്നു. എഴുത്തോ? അതിലെന്താ എഴുതിയിരുന്നത്? ഈ ലോക്കറ്റിന്റെ പകുതി അയാളുടെ കയ്യിലുണ്ടെന്ന്. പകുതി ലോക്കറ്റ് അയാളുടെ കയ്യിൽ വെച്ച് തരുമ്പോ മുഴുവനും തരണ്ടേ? നിന്റെ ഗന്ധർവൻ ആളൊരു പൊട്ടന. ഓ, ഇവളെ കൊണ്ട് തോറ്റല്ലോ. സൗസു, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? പാറു, അയാളെന്തിനാ പകുതി ലോക്കറ്റ് കൈവച്ച്? ഇതിനല്ലേ ഞാനും ചോദിച്ചേ. അല്ല, അയാൾക്ക് തെറ്റ് പറ്റിയതുപോലെയാ നീ സംസാരിച്ചേ. അയാൾക്ക് തെറ്റ് പറ്റിയതൊന്നുമല്ല, ഉറപ്പാ. പകുതി ലോക്കറ്റ് കൈ വെച്ചതിന് എന്തോ ഒരു ഉദ്ദേശമുണ്ട്. ഉണ്ട്. ഞാൻ ഫംഗ്ഷന് വരുമ്പോ എന്റെ കയ്യിലുള്ള പകുതി ലോക്കറ്റ് കൊണ്ടുവരണമെന്നാ ഗന്ധർവൻ ആ കത്തിൽ എഴുതിയിരുന്നത്. ഗന്ധർവന്റെ കയ്യിലുള്ള പകുതി ഗന്ധർവനും കൊണ്ടുവരും. രണ്ടും ഒരുമിച്ച് വെക്കുമ്പോ എനിക്ക് മനസ്സിലാവും ഞാൻ അന്വേഷിക്കുന്ന ഗന്ധർവൻ ആരാണെന്ന്. അങ്ങനെ അയാൾ അതിൽ എഴുതിയിരുന്നത്. അയാളും ഈ ഫംഗ്ഷന് വരുമെന്നാണോ നീ പറയുന്നത്? ഇപ്പോഴാ എനിക്ക് കാര്യം പിടികിട്ടിയത്. ഗന്ധർവനെ കാണാൻ വേണ്ടിട്ടാ ഇവള് അപ്സരസിനെ പോലെ അണിഞ്ഞൊരുങ്ങി വന്നത്. ഞാൻ മനഃപൂർവ്വം അണിഞ്ഞൊരുങ്ങി വന്നതല്ല, വാടൻ നിർബന്ധിച്ചിട്ടാ. മനഃപൂർവ്വം അണിഞ്ഞൊരുങ്ങിയതാണെങ്കിൽ തന്നെ എന്താ കുഴപ്പം? ആരെങ്കിലും പെണ്ണ് കാണാൻ വരുമ്പോ നമ്മൾ ഒരുങ്ങി നിൽക്കാറില്ലേ? അതുപോലെ തന്നെയല്ലേ ഇതും. ചേച്ചി, അയാള് ഇവിടെ എവിടെയോ ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഞാൻ എല്ലായിടത്തും നോക്കി. പരിചയമില്ലാത്ത ആണുങ്ങളുടെ മുഖത്ത് നോക്കുമ്പോ എനിക്ക് തന്നെ ചമ്മലാവുക. അതുകൊണ്ട് ഗന്ധർവനെ തെരഞ്ഞു നടക്കുന്നത് ഞാൻ നിർത്തി. അങ്ങനെ നിർത്തിയാൽ എങ്ങനെ ശരിയാവാ? നമുക്ക് അയാളെ കണ്ടുപിടിക്കണല്ലോ. പക്ഷെ ആളാരാണെന്നറിയാതെ എങ്ങനെ കണ്ടുപിടിക്കാം? അതിനൊരു വഴിയുണ്ട്. എന്ത് വഴി? ഈ ലോക്കറ്റിന്റെ പകുതി അയാളുടെ കയ്യിലല്ലേ? മാലയിൽ പകുതി ലോക്കറ്റ് ഇട്ട് നടക്കുന്ന ആളെ കണ്ടുപിടിച്ചാ പോരെ? ആ, തൽക്കാലം ആ ഒരു വഴി മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. എന്നാ വാ. നിക്കടി. എന്താ ചെയ്യുന്നത് ചേച്ചി? നമ്മള് 3 പേര് ഒരു വഴിക്ക് പോയിട്ട് കാര്യമില്ല. 3 പേരും 3 ഭാഗത്തേക്ക് പോണം. അങ്ങനാണേ ഞാൻ ഇങ്ങോട്ട് പോവാം. ആ, ഞാൻ അങ്ങോട്ട് പോവാം. ആ എന്താ മാഡം എന്തിനാ എന്നോട് പെട്ടെന്ന് വരാൻ പറഞ്ഞേ? അവളെ ആ പാർവതിയെ എത്ര പൊക്കി പറഞ്ഞിട്ടും മതിയാവുന്നില്ല എന്റെ മമ്മിക്ക്. എന്നോടും അവളോടും മമ്മിക്ക് ഒരേ വാത്സല്യമാണത്രേ. ഇത്രയും നിഷ്കളങ്കയായ പെൺകുട്ടിയെ മമ്മി വേറെ കണ്ടിട്ടില്ലെന്ന്. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ MD-യെ കണ്ണും കൈയും കാട്ടി പാട്ടിലാക്കുന്നതാണോ നിഷ്കളങ്കത? കമ്പനിയിലും വീട്ടിലും ഒരേപോലെ കയറിയിറങ്ങി കൈലാഷിനെ വശീകരിച്ചതാണോ അവളുടെ നിഷ്കളങ്കത? അവളെ കണ്ട ഇന്നിവിടെ ഫംഗ്ഷന് വരുന്ന കാശുകാരൻ പയ്യന്മാരെ മോഹാലസ്യപ്പെടും അത്ര. അവളെ കുറിച്ച് പറയുമ്പോ എന്റെ മമ്മിക്ക് 1000 നാവല്ല 10,000 നാവാ. മമ്മിക്ക് മാത്രല്ല, കൈലാഷിനും അങ്കിളിനും എല്ലാവർക്കും അവളെ വലിയ കാര്യം. അവരുടെയൊക്കെ സംസാരം കേട്ടാ തോന്നും ദൈവം അവളെ നേരിട്ട് ടാറ്റ പറഞ്ഞ് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചതാന്ന്. മുട്ടേ കാൽ കാശിന് കൊള്ളില്ല. ആ പട്ടിക്കാട്ടുകാരിക്ക് 100-ൽ 100 മാർക്ക്. മാഡം, സത്യഭാമ മാഡം പറഞ്ഞത് സത്യഭാമ മാഡത്തിന്റെ അഭിപ്രായമാണ്. അവള് മാഡം കരുതുന്നത് പോലെ പത്തര മാറ്റമൊന്നും അല്ലെന്ന് എനിക്ക് സത്യഭാമ മാഡത്തോട് പറയാൻ പറ്റുമോ? ആരെന്തു പറഞ്ഞാലും ഒരക്ഷരം പോലും തിരിച്ചു പറയാതെ മുക്തമാടം കേട്ടു നിന്നാ മതി. ഈ ഫംഗ്ഷൻ കഴിഞ്ഞ അവള് നമ്മുടെ മുന്നിലേക്ക് തന്നെയല്ലേ വരാ. നമുക്ക് അവളെ ഒന്ന് വറുത്തെടുക്കാന്ന്. അവളെ എല്ലാവരും വാഴ്ത്തി പാടുന്നത് കേട്ട് മിണ്ടാതെ നിൽക്കാനോ മനസ്സില്ല എനിക്ക്. അവളെ മുന്നിൽ കിട്ടാൻ വേണ്ടി ഫംഗ്ഷൻ കഴിയുന്നത് വരെ കാത്തു നിൽക്കാനുള്ള ക്ഷമയുമില്ല. ഇന്ന് ഇവിടെ വെച്ച് നമുക്ക് അവളെ വറുത്തെടുക്കണം. ഞാൻ എന്താ ചെയ്യണ്ടേ? മാഡം പറഞ്ഞാ മതി. അങ്കിളും ആന്റിയും കൈലാഷും ഒക്കെ ഇവിടെ എത്തുന്നതിന് മുൻപ് മമ്മി ഇവിടെ വന്നത് എന്തിനാണെന്ന് അറിയോ? ഈ ബ്രേസ്ലെറ്റും ലോക്കറ്റും ഞാൻ അഴിച്ചു വെച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്ത്. ഇന്നിതില് ഡാഡിയുടെ പ്രസൻസ് ഉണ്ടാവും അത്ര. മമ്മി അങ്ങനെ പറയണമെങ്കിൽ മമ്മി എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ ഡാഡിയുടെ പ്രസൻസില് മമ്മി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്തായിരിക്കും?